ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റേഷൻ്റെ അകത്ത് വീണ്ടും പോകുന്നതാണ്. അപ്പോൾ ഈ കൊച്ചിന് എന്നും ഇതൊക്കെ തന്നെയെന്ന് വീഡിയോ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഞാൻ കാണിക്കാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. അന്ന് ഞങ്ങൾ മുകളിലത്തെ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏക്കർ കണക്ക് കിടക്കുന്നതുകൊണ്ട് ഇവിടെ കാണിക്കുന്ന നമ്മുടെ സ്ഥലത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് സർക്കാരിൻ്റെ ആണെന്ന് തോന്നുന്നു. സർക്കാരിൻ്റെ തന്നെ. അപ്പോൾ ഇവിടെ ജോലി ചെയ്യണവരൊക്കെ ഇവിടെ പ്ലാന്റേഷനിലകത്താണ് താമസിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അപ്പുറത്തോട്ട്. അപ്പോൾ ഞാൻ അടുത്ത മാമനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 90,000 ഏക്കറാണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണങ്ങ് തള്ളി. അത്രയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയുള്ളവരൊക്കെ എങ്ങനെ അത്രയും വലിയ സ്ഥലം വരെ പാലെടുക്കണേന്നൊക്കെ ഞാൻ മണ്ടത്തരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്, ഓരോ സ്ഥലത്തായിട്ട് ഓഫീസുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കും ഒരു പാലൊക്കെ എടുക്കണേന്ന് പറഞ്ഞ്. അപ്പം മാം പറഞ്ഞ് ഇവിടെ നിന്ന് കാണാൻ ഇവിടത്തെ കാട്ടിയും ഭംഗി അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിൽ അടിപൊളി സ്ഥലങ്ങളുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി ഒരു ദിവസം അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഞാനും അമ്മയും കൂടെ വിറവിറക്കാൻ വേണ്ടി വന്നേ. നമ്മുടെ വിറവൊക്കെ തീർന്നു പോയി. അപ്പം ഞങ്ങൾ വീണ്ടും ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പേരിൽ വല്ല കേസും വരണം, അത് പ്ലാന്റേഷൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വല്ല വരണമെങ്കിൽ ദൈവമേ, ഞാൻ ഈ വീഡിയോസും കൂടെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കനാലാണ്. നല്ല വലുതാണ്. അതിൻ്റെ മണ്ടയിൽ നിന്നാൽ നമ്മളെ കാലും കീഴ് കൊടിയും, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, ചാവത്തൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴെപ്പോഴായിട്ട് വന്ന് നോക്കും. ചാടാനൊന്നുമല്ല നോക്കണത്, ഒരു വശം ഇതിൻ്റെ മണ്ടയിൽ നിന്ന് വീണാവുള്ള അവസ്ഥ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ വറ്റിയെ കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുവഴി നടക്കും. അപ്പം ഇങ്ങനെ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടില്ല എൻ്റെ മണ്ടയിലോട്ട്. നടക്കത്തെ വഴിയല്ല, അറ്റത്തുള്ള അതുവഴി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പകുതി വരെ നടക്കുമെന്ന് വെച്ചാൽ പകുതി വരെ അതിൻ്റെ മണ്ടയിൽ കയറി ഇങ്ങനെ അറ്റം വരെ നടക്കണമെങ്കിൽ നമ്മൾ വീടെന്തായാലും താഴെ വീഴും. അതുകൊണ്ട് അകത്തിറങ്ങിയേ നടക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. എന്ന് വെച്ചാൽ അത്ര വീതിയുണ്ട്, നമുക്ക് ഒരാൾക്ക് നടക്കാമെന്നുള്ളത്. എന്ന് വെച്ചാൽ ഓരോ കാല് വെച്ച് നടക്കാനുള്ള വീതിയുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. ആദ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു, മഴയൊക്കെ പോയപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം വറ്റി. അപ്പോൾ ഞാനിത് ഇവിടെ അങ്ങോട്ട് തോടാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങറ്റം വരെ തോടാണ്. അങ്ങറ്റത്തുനിന്ന് അങ്ങുന്നോണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങറ്റത്തുനിന്ന് വരെ തോടാണ്. പിന്നെ ഇവിടുത്തെ കനാലിലെ വെള്ളം തുറക്കുമ്പം ആ കനാലിൻ്റെ മണ്ടയിൽ ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടംപോലെ വെള്ളം വീഴുന്നത്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ അവർ വിടാത്തത് കൊണ്ട് ഇപ്പം അങ്ങനെ വെള്ളമൊന്നുമില്ല, നിറഞ്ഞു വരത്തില്ലല്ലോ. പകുതി അറ്റം വരെ ഉള്ളൂ. നമ്മുടെ കനാലിൽ ഫുള്ള് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്, പക്ഷേ അത് അപ്ലോഡ് ചെയ്തില്ല. അത് ഇനിയിപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ എടുത്തിട്ടിടാം. അപ്പോൾ അതിലിഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മീനും ഉണ്ടായിരുന്നു, മീൻ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യത്തിന് എന്ന് വെച്ചാൽ നമ്മുടെ വിരലിൻ്റെ സൈസിലുള്ള മീനുകളൊക്കെ ഉണ്ട്. എന്തൊരു മീനിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പേരെ പറയാം. എനിക്ക് ഇങ്ങനെയുള്ള മീനൊന്നും ഇഷ്ടമല്ല എന്നല്ലേ, ഈ തോട്ടിലൊക്കെ ഉള്ള മീനൊക്കെ പിടിച്ച് ഫുഡായിട്ട് കഴിക്കുമല്ലോ, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഒരുമാതിരത്തെ വൃത്തിയായിട്ട സ്മെല്ലാണ്. പക്ഷേ ആ ഫുഡ് കഴിക്കുന്നവർ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ ഇതല്ലേ. അപ്പോൾ ഞാനൊരു ഫുഡിനെ ആക്ഷേപിച്ച് പറഞ്ഞില്ല, അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ അവിടുത്തെ ഇഷ്ടംപോലെ ഇങ്ങനെ നമ്മുടെ റബ്ബറിൽ നിന്നും പൂ ഇങ്ങനെ വീണ് ആ വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒരു ദിവസം ചേട്ടൻ കുളിക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടതാണ്. കാരണം നമുക്ക് ഹമ്പ കണക്ക് കെട്ടിയിട്ട് വെള്ളം തങ്ങി നിൽക്കുമല്ലോ. നമ്മളവിടെ എന്തോ ഒരു വാക്ക് പറയുമായിരുന്നു, അങ്ങനെ എന്തോ ഒരു വാക്ക്, അത് കെട്ടി വയ്ക്കും. എന്നിട്ട് അപ്പം ഇങ്ങനെ വെള്ളം അങ്ങ് പോകും ഒഴുകി. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം തങ്ങി നിൽക്കും. അപ്പം അങ്ങനെ കുളിക്കാൻ വേണ്ടി കെട്ടി വെച്ചതാണ്. ഇവിടെ നല്ല അത്യാവശ്യം മഴ പെയ്ത സമയത്താണ് ചേട്ടൻ കുളിക്കാൻ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടേക്ക് വന്ന് കുളിക്കും. ഞാൻ പിന്നെ ഇങ്ങനെയൊന്നും ഇറങ്ങത്തില്ല, ഞാനെല്ലാം കാണക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് വായി നോക്കിയിരിക്കും. എനിക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചേട്ടൻ എവിടെ പോയാലും ഞാൻ കൂടെ വരും. എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളൂ, പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ചേട്ടൻ മാത്രമേ പോകത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ മാത്രമേ വരും, ഞാനും ചേട്ടനും വരും. പിന്നെ ചില ദിവസങ്ങൾ അമ്മയും കാണും. അപ്പോൾ ഇത് ചെറിയൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വലിയ കാര്യത്തിന് കയറി നടക്കേണ്ടതുണ്ട്. താഴേറ്റും വീണ തോട്ടിൽ തന്നെ ഇടയ്ക്ക് ഉരുണ്ട് ഇഷ്ടംപോലെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാനതൊരു സിൽപ്പറും കൂടെ എൻ്റെ സിൽപ്പർ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മണ്ണാറ്റി കയറി നന്നായിട്ട് സർക്കും. അപ്പോൾ എനിക്ക് ആ വഴിയല്ല പോവേണ്ട, ആ വഴി പോകുന്നത് നമ്മൾ നേരെ തോട്ടിലാണ് ചെന്നിറങ്ങേണ്ടത്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് കേട്ടോ ഇഷ്ടംപോലെ വിറവുള്ള ഞാൻ കാണിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാൻ വന്ന സമയത്തൊക്കെ അത്യാവശ്യം വിറകൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഞാനും അമ്മയും ഒരു ആൻറ്റിയും കൂടെയാണ് പോകുന്നത്, അപ്പുറത്തെ വീട്ടിലെ അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ മൂന്നവരും കൂടെയാണ് വിറവിറക്കാൻ പോകുന്നത്. പിന്നെ ഞാനിതന്ന് പറഞ്ഞില്ലേ, ഒരു പൂ പൂത്തിക്കുന്ന സ്മെല്ല് വരുന്നത്. അപ്പോൾ അതേ ചെടി ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ കാട്ടുമുല്ലയായിരിക്കും മിക്കവാറും അത്.
അപ്പോൾ ഞാനത് പൂത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. പക്ഷേ ഇതിൽ കാണാമല്ലോ, ഞാൻ കാണിച്ചത് അങ്ങ് മണ്ടയിലോട്ടാണ്, പക്ഷേ താഴെ ആയിപ്പോയി വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് ഒരു വഴിയുണ്ട് കേട്ടോ, അപ്പോൾ അതുവഴിയാണ് കയറി പോകേണ്ടത്. ഇവിടെ നിന്ന് അങ്ങ് പോയിട്ട് ഇതുവഴിയാണ് മുകളിലോട്ട് കയറേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ചെറിയൊരു വഴി എന്നൊക്കെ കണ്ടപ്പോൾ ഇതൊഴികയാണ് അവർ പാനം കൊണ്ടൊക്കെ ഇറങ്ങി വരുന്നത്. ഒട്ടും സേഫ് അല്ല. എന്നാലും അവർക്ക് ജോലി ചെയ്യണതുകൊണ്ട് അവർ ഇതൊഴികെ തന്നെ ചാടി എങ്ങനെയെങ്കിലുമൊക്കെ വരുമായിരിക്കും. കാരണം ഞാൻ കണ്ടിട്ടൊന്നുമല്ല ഇവിടെ ആൾക്കാർ വെട്ടാൻ വരുന്നവരെ കണ്ടിട്ടുള്ളൂ. അവർ രാവിലെ വരും. അപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. ഒരു 2:30-3 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി 5 മണി. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ചേട്ടനൊക്കെ വിളിച്ചായിരുന്നു, നിങ്ങൾ എവിടെ പോയെന്നൊക്കെ. അപ്പം അച്ഛൻ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞ് അവർ പോയിട്ട് കാണാനൊന്നും ഇല്ലാന്ന്. കാരണം നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ വന്നത്, അച്ഛൻ അറിഞ്ഞില്ല താഴത്തെ ആൻറ്റിയും കാണുമെന്ന്. അങ്ങനെ ചേട്ടനെ വിളിച്ചിട്ട് വെച്ച് നീ എവിടെ പോയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഞാനും അമ്മയും കൂടി ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോൾ ഇറങ്ങിയെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് സമയമായെന്ന് പറഞ്ഞു. നിനക്ക് വീട്ടിൽ പോകാറായില്ലേ എന്ന് വെച്ചാൽ പിന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയപ്പോൾ 5 മണി നോക്കിയപ്പോൾ 5 മണി. പിന്നെ ആ കാണുന്ന മലയില്ലേ, അത് ഞാൻ ഒന്ന് കാണിച്ചു തന്ന മലയാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ഒന്ന് വന്നപ്പോൾ ഇഷ്ടംപോലെ പച്ചപ്പായിരുന്നു ഇവിടെ. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ഈ പ്ലാന്റേഷനിലകം പകുതി വൃത്തിയാക്കിയെന്ന് തോന്നുന്നു. കാരണം നല്ല കാടിണൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് പാലൊക്കെ എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് അവർ കുറേയൊക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഞാൻ ഉദ്ദേശിച്ചത് എന്താ ഉണ്ടോ, ഞാനിങ്ങനെ നടന്നു പോകുന്നതായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വള്ളിച്ചെടി കാണിക്കാനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ വിറവ് കൊണ്ടുപോക്കളെ, അതൊക്കെ ഒന്ന് എടുക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഇവിടെ ഈ വിറവൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് അത് മൊത്തം ചെതലെടുത്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാനിതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇടുന്നുണ്ട്. കാരണം ആ എടുത്ത സമയത്ത് ഇഷ്ടംപോലെ ചെതലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ചെതലടിച്ചു. ഇപ്പം ഞാൻ അമ്മയുടെ പറയുന്നത് ചെതൽ കടിച്ച് ആട്ടിയിട്ട് ഒരാൾ മരിച്ചെന്നുള്ള വാർത്തയ്ക്ക് കേൾക്കുന്നു. അപ്പോൾ അമ്മയൊക്കെ തമാശ എന്ന് വിചാരിച്ചു ഭയങ്കര ശരിയായിരുന്നു. പക്ഷേ ഞാൻ എന്ന് വെച്ചാൽ നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് അത് മൊത്തം കാടാണ് കേട്ടോ. പക്ഷെ കാവ് ഇണക്കാണ് കിടക്കണമെന്ന്. ഒരു ദിവസം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഓർക്കിഡൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ മരത്തിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന നേരെ ഒരു തരം ഓർക്കിഡാണ്. പക്ഷേ അത് കോമൺ ആയിട്ട് നമ്മുടെ ചൈനയിലും ഏഷ്യയിലേക്ക് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഓർക്കിഡാണ്. പക്ഷേ അതിൻ്റെ പേരെന്തോ ഒരു ലോങ് പേരാണ്, വായിക്കൊള്ളാത്ത ഒരു പേര്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് പറയാൻ വേണ്ടി. അപ്പം ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ അവസാനം ആ ഓർക്കിഡ് പിൻ ചെയ്തേക്കാം. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇതുണ്ടല്ലോ, ഇതിവിടെ ഫുള്ളും കാടാണ്. എന്ന് വെച്ചാൽ താഴോട്ട് ഫുള്ളും കാടാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു വല്ല പുലിയൊക്കെ വരുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് ഇപ്പോൾ ഒരു പുലി വരണമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നത് നീ എന്നൊന്ന് പേടിപ്പിക്കാൻ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചു, കാരണം ഇവിടെ ഫുള്ളും അങ്ങോട്ട് താഴോട്ട് കാടാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ വെറുതെ അങ്ങ് കിടക്കുക, ആരെങ്കിലുമൊക്കെ പെരയിടായിരിക്കും, അവിടെ ഇങ്ങനെ എടുക്കാത്തൊക്കെ ആയിരിക്കും. അപ്പം ഇവിടെ നോക്കുമ്പോൾ അങ്ങോട്ട് ഫുള്ള് മലയാണ് കേട്ടോ. ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എനിക്കത് നന്നായിട്ട് കാണാൻ പറ്റുന്നത് അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ വ്യൂസൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞ് അങ്ങോട്ടൊന്നും പോകണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇഷ്ടംപോലെ വിറക് ആ കാവിൻ്റെ അകത്തുനിന്ന് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ പറക്കുന്നുണ്ട്, ആൻറ്റി പറക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എവിടെ ഇറങ്ങണ്ട, ഈ ഒരു ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയി പറക്കിക്കോളാം എന്ന് പറഞ്ഞു വിറകൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു കയ്യാലണൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് സിമൻറ്റ് ഇട്ടാണെന്നാണ് കെട്ടി വെച്ചിരിക്കുന്നത്, സിമൻറ്റ് ഇട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുവഴിയൊക്കെ പുലി വന്നാലോ പട്ടി വന്നാലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. കാരണം അങ്ങോട്ടൊക്കെ ഫുള്ള് റബ്ബറും തോപ്പും ഇടവഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നടന്നു പോകാൻ പറ്റുന്ന ഇടവഴിയൊക്കെ ഉണ്ട് ഇവിടെ താഴോട്ട് പോകുമ്പോൾ. പിന്നെ അങ്ങോട്ട് ഫുള്ള് മലയാണ്, നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ തിരിച്ച് ഞങ്ങൾ വിറവെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ച്. പിന്നെ ഇത് ഇവിടെ അങ്ങോട്ട് കാടാണ് കേട്ടോ. അത് ജസ്റ്റ് ചെറിയൊരു കാടെന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ ഫുള്ള് റബ്ബറിന് തൊട്ടാണ് ഇതുവഴിയാണ് കേട്ടോ. ആ ഒഴി വരുന്നതാണ് അങ്ങ് വെള്ളം അങ്ങറ്റം, നദി തോടങ്ങറ്റം വരെ ഉണ്ട്. അപ്പോൾ ഇത് അവർ പാല് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു തടമാണ്. അപ്പോൾ ഇതിൽ പാല് കൊണ്ടുപോകാനുള്ള വണ്ടിയൊക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ കൊക്കണക്കല്ലേ നിങ്ങൾക്ക് തോന്നണം. ഞാൻ സത്യം ഇത് ക്യാമറയിൽ നമുക്ക് മനസ്സിലാവില്ല നല്ല വൃത്തി, പക്ഷെ അത്യാവശ്യം നല്ല കൊക്കണക്കായിരുന്നു. ഞാൻ പറഞ്ഞു കൊക്കയിൽ വീണാലോ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആലോചിക്കേണ്ടി പോകണം. നമുക്ക് അപ്പോഴെപ്പറ്റി ഓരോ ചിന്തകൾ വരില്ല, ആ ഒരു ചിന്തയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ അവർ വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് നല്ല ബലമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ എനിക്ക് ഒരു വലിയ വിറവെടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അത് സ്പോഞ്ചിനൊക്കെയായിട്ട് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വലിയ വെയിറ്റൊന്നും എടുക്കേണ്ട, ചെറുതായിട്ടൊക്കെ ഉള്ളത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം വഴിയൊന്നും ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ എവിടെയെങ്കിലും വീഴണമെങ്കിലോ എന്നൊക്കെ അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇതുപോലെ വിറവെടുക്കാൻ വന്നത് മറ്റേ വഴി കൊണ്ട് വന്നത് കേട്ടോ. ഞാൻ അന്ന് കയറി വന്നില്ലേ,
ആ സമയത്ത് അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു വഴിയുണ്ട്. അപ്പോൾ ചേട്ടൻ ആ ഇടയ്ക്ക് ബാലൻസ് തെറ്റി വീണ് കാലൊക്കെ ഒന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അതുപോലെ പേടി, ഞാൻ വീണ് എൻ്റെ കാലും കൈ ഒടിഞ്ഞിടുന്ന ചേട്ടൻ അമ്മയെ ഓട്ടിക്കുമെന്ന് അങ്ങനെ വലിയ പേടി ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. കാരണം ചേട്ടൻ അറിയാതെയാണ് നമ്മൾ വന്നത്. അപ്പം അതിൻ്റെ ഒരു ചിലപ്പോൾ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് തോടാണ് കേട്ടോ. തോട് ഇവിടെ വെള്ളം വരുമ്പോൾ ചേട്ടൻ കുളിക്കാൻ വരും. അപ്പം ഞാനിവിടെ വന്നൊക്കെ ഇരിക്കും. ഇഷ്ടംപോലെ കല്ലൊക്കെ ഉണ്ട്, വലിയ കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ്. അപ്പം ഈ അക്കരെ കരയിൽ നമുക്ക് വിറവുകൊണ്ട് എത്തിക്കണം. പിന്നെ ഈ ഓർക്കിഡാണ് കേട്ടോ നമുക്ക് ആ പ്ലാന്റേഷൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ ആ സമയത്ത് ഈ പൂവൊക്കെ പൂത്തിക്കൊണ്ടായിരുന്നു. പൂ പൂത്തുകൊണ്ടാണ് ഇത് ഓർക്കിഡാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ വല്ല വേറെ ഏതെങ്കിലും വാഴച്ചെടിയോ അങ്ങനെ ഈ മരത്തിൽ കഴിക്കുന്ന വാഴച്ചെടിയില്ലേ അതൊക്കെ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഇങ്ങനെ കോമൺ ആയിട്ട് നിൽക്കുന്ന പൂവാണെന്നൊക്കെ. അപ്പം നല്ല രസമായിരുന്നു കാണാൻ. ഇഷ്ടംപോലെ പൂത്തായിരുന്നു. ഇപ്പോൾ അവിടെ വെറുതെ നിൽപ്പുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ.